ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് നേരിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഒത്തിരി ആളുകൾ എനിക്ക് CV തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറേ പേര് കൊറിയർ അയച്ചിട്ടുണ്ട്, അതേപോലെ പോസ്റ്റലായിട്ട് ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. CVകളെല്ലാം തന്നെ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പൂർണ്ണമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ എത്ര CV നമ്മളെ നേരിട്ട് തന്നവർ എത്രയുണ്ടെന്നും അതേപോലെ തന്നെ പോസ്റ്റൽ വഴിയും കൊറിയർ വഴിയൊക്കെ എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുകയും ചെയ്യും. നാളെ പതിവ് പോലെ തന്നെ രാവിലെ ഞാൻ ജോബ് വേക്കൻസികൾ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. തലബാത്തിൽ 1000 പേർക്ക് വേക്കൻസി ഉണ്ട്. ഈ തലബാത്തിന്റെ ജോലിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഇത്ര വലുതായിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയാം, അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് തലബാത്തിൽ നമുക്ക് ജോലി നേടാം. അതേപോലെ തന്നെ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോലികളാണെങ്കിൽ എനിക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോലികൾക്ക് മാത്രമാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയാത്തത്. കാരണം അത് ഗ്രൂപ്പുകളിൽ ഒരുപാട് ആളുകളിൽ വഴിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതേപോലെ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ 2 ജോബ് വേക്കൻസികളുണ്ട്. ഒരു ഷവർമ മേക്കർ, അതേപോലെ തന്നെ ഒരു പൊറോട്ട മേക്കർക്കും വേക്കൻസി ഉണ്ട്. ആ നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ നമ്പറുകൾ ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ആ 2 നമ്പറുകൾ നിങ്ങൾ ഈ 2 ജോലി അറിയുന്ന ആളുകൾ CV അയച്ചു കൊടുക്കുക. കാരണം അതിനെ നേരിട്ട് അറിയിച്ചതാണ്, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ് ഇത് രണ്ടും. ബാക്കി തലബാത്തിന്റെ ആണെങ്കിൽ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് ആ ജോലി നേടാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊക്കെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്കും അത്യാവശ്യമൊക്കെ എന്താ പറയാ, നമ്മൾ കുറച്ചൊക്കെ സമ്പാദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഒക്കെ പെട്ടെന്ന് തന്നെ അതിനൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് ഗൾഫിൽ എക്സ്പീരിയൻസ് ഇല്ല, അതൊന്നും ആവശ്യമില്ല. കാരണം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. കാരണം ഇതിനകത്ത് എൻ്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ മന്ത്ലി ഏൺ ചെയ്യുന്നത് പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6000 ദിർഹംസോളം. അവൻ 13 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ്. നമുക്ക് 15 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കാം. ഈ പൈസ മാത്രം ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ, വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും പെട്ടെന്ന് ഫ്രഷറായിട്ടുള്ള ഒരാൾക്കൊക്കെ ജോബ് കിട്ടാനും ഒക്കെ കൂടുതലും, അത് മാത്രമല്ല നമുക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയതുകൊണ്ടാണ്. കാരണം 1000 പേർക്കുള്ള വേക്കൻസി ഉണ്ട്, 1000-ൽ കൂടുതൽ ആളുകൾക്ക് വേക്കൻസി ഉണ്ട്. അപ്പം അത് മാത്രമല്ല ദുബായ് ബേസിൽ മാത്രമായിട്ട് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അതായത് മറ്റ് UAE മറ്റ് ഭാഗങ്ങളിലേക്ക് അല്ലാതെ തന്നെ, കാരണം ദുബായിലാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് തലബാത്തിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അവൻ മുഖാന്തരം, എൻ്റെ ഫ്രണ്ട് മുഖാന്തരം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അവൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് അതിനൊക്കെയുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരാളെടുത്തുനിന്ന് പോലും 1 രൂപ പോലും മേടിക്കില്ല. അത് ഒരുപാട് പേർക്കറിയാം. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മൾ ഏജന്റുമാരെയൊക്കെ ദൂരെ അകറ്റി നിർത്തി നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ഞാനും എന്നെ പോലെ തന്നെ നിങ്ങളെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളൂ, ഒത്തിരി വർക്ക് ഉണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു ഹോസ്പിറ്റലിൽ കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ടുള്ള തിരക്കുകളാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിരുന്നാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കൂ അതേ നമ്പറിൽ തന്നെ. മിക്കവാറും ഞാൻ എല്ലാ കോളുകളും, ഇന്നൊക്കെ ആണെങ്കിൽ CV മേടിക്കുന്നതിനിടെ തന്നെ ഏകദേശം 100-ൽ കൂടുതൽ കോളുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോളുകൾ വരുന്നുണ്ട്. കാരണം കോളുകൾ വരുന്നത് മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യും. കാരണം ഓരോരുത്തരും വിളിക്കുന്ന ഓരോ പ്രശ്നങ്ങളായിട്ടാണ്. എന്നെ വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച ആളുകളുടെയൊക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും എന്താ പറയുക, ഒരിക്കലും തഴയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം വിഷമം ഉള്ള ആളുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി അവരൊക്കെ വന്നതിലും ഒത്തിരി കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അത് അവരുടെ കുടുംബത്തിനൊക്കെ ഒരു രക്ഷയാകുമല്ലോ എന്നുള്ളത്, അത് ഞാൻ വഴിയാകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമുക്കതിൽ ഒത്തിരി സന്തോഷമുള്ളത്. കാരണം എന്നാൽ കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൾഫിലെ ജോലി ഓരോരുത്തർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ എന്നാൽ കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ അവർക്ക് ജോലി
ജോലിക്ക് ആയിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നല്ല കമ്പനി അല്ലെങ്കിൽ നല്ല സ്ഥാപനത്തിന്റെ ഓണർമാർക്കും സ്ഥാപനത്തിനും ഒക്കെ നല്ലത് വരട്ടെ. കാരണം അവർക്കൊക്കെ ഒരു ഉന്നമനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള അല്ലെ ജോലിക്കുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.